ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ആണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ ടി വിയിലെ ന്യൂസ് എന്ന് നമുക്ക് നോക്കാം. ബ്രേക്കിംഗ് ന്യൂസ്: നമ്മുടെ സിറ്റിയിൽ പുതിയ എയർപോർട്ട് വന്നിരിക്കുകയാണ്. ഈ എയർപോർട്ട് നല്ല ഭംഗിയാണ് കാണാൻ. പ്ലെയിനുകളും വന്നിട്ടുണ്ട്. സുരക്ഷിതമായ പ്ലെയിനുകളും ആൾക്കാർ വണ്ടി വെക്കാൻ സെക്യൂരിറ്റികളും ഇവിടെയുണ്ട്. അടിപൊളി ആണ് ഈ എയർപോർട്ട്. നല്ല രസമുള്ള എയർപോർട്ട്. ഓ, നമ്മുടെ സിറ്റിയിൽ എയർപോർട്ട് വരെ വന്നു ഗൈസ്. പക്ഷേ എനിക്കങ്ങോട്ട് പോകാനുള്ള അതൊന്നുമില്ല, കാരണം നമ്മൾക്ക് അധികം പൈസ ഒന്നുമില്ല. ഇവിടെ തന്നെ റെൻറ്റിനുള്ള ഈ വീട്. അയാളൊന്ന് വരും ഗൈസ്, നമുക്കൊന്ന് കോളേജിലേക്ക് പോകാം. അപ്പോൾ പോയതിന് ശേഷം നമ്മളെ കയ്യിലാകെ സ്പ്ലെൻഡറേ ഉള്ളൂ. പോയി പഠിക്കുക തന്നെ. നമുക്ക് പിന്നെ സ്കോളർഷിപ്പൊക്കെ കിട്ടിയതാണ്. ആ എടാ, നീ പേട്ട വണ്ടിയിലല്ലടാ വന്നേ? ഞങ്ങളുടെയൊക്കെ വണ്ടി നോക്കടാ. ഞങ്ങളെ നിഞ്ചയും ഒക്കെയാടാ, നോക്കടാ. ബുള്ളറ്റൊക്കെ ഉണ്ട്. നീ ഈ പേട്ട വണ്ടി എടുത്ത് നടന്നോ? ചേച്ചി ഞാൻ പേട്ട വണ്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. ചേച്ചിന്ന് വിളിക്കേണ്ടത് എന്തുകൊണ്ടാ അറിയോ? 2 കൊല്ലം ചേച്ചി ഇവിടെ തോറ്റിരുന്നതല്ലേ. ഗൈസ്, കോളേജൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി എന്ത് ചെയ്യാച്ചിട്ടാ? നേരെ വീട്ടിലേക്ക് പോവാ. നമുക്ക് മാത്രമേ ഗൈസ് ഈ സ്വപ്നങ്ങളൊക്കെ ഉള്ളൂ. അവർക്കൊക്കെ നടത്താൻ നല്ല പൈസ ഒക്കെ ഉണ്ട് ഗൈസ്. ഞാൻ പിന്നെ ഒറ്റക്കാട്ടോ താമസിക്കുന്നത്. പാരൻസ് പിന്നെ ദുബായിൽ കുറച്ച് ആൾക്കാരെ കീഴിലാണ്, കാരണം അവർക്ക് അവിടെ ജോലി ചെയ്യണം. അപ്പോൾ ഗൈസ്, നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് പോയിട്ടിരിക്കാം. വീട്ടിൽ നിന്ന് എന്തൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. ആരെങ്കിലും വന്നോ ഗൈസ്? നമുക്കൊന്ന് നോക്കാം. എന്താ ചേട്ടാ ഇവിടെ? നീ വാടക 4-5 മാസമായിട്ട് അടച്ചിട്ടില്ല. ചേട്ടാ, കുറച്ച് മാസം പ്ലീസ്. പറ്റത്തില്ല. ഇന്ന് തന്നെ തരാം പ്ലീസ്. ഇന്നെപ്പോ? ഞാൻ ഇന്നൊരു രാത്രിയൊക്കെ ആകുമ്പോ. രാത്രി ഞാൻ വരും. അപ്പൊ തന്നെനിക്ക് അടിച്ച് ഞാൻ ഓടിക്കും, മനസ്സിലായ? ഓക്കെ ചേട്ടാ. അപ്പോൾ ഗൈസ്, നമ്മൾ പൈസ കൊടുക്കാമെന്ന് വലിയ ഇതിൽ പറഞ്ഞത് തള്ളൊന്നല്ല. ഇന്ന് 3 മണിക്ക് വൈകുന്നേരം ഒരു സ്റ്റണ്ട് റേസിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ സ്റ്റണ്ട് റേസിംഗ് നടക്കേണ്ടത് പറഞ്ഞില്ലേ, നമ്മളെന്നാൽ സ്റ്റണ്ട് റേസിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം. നമ്മുടെ സ്പ്ലെൻഡർ എടുത്തിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ മുന്നിൽ ആ ഫാൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയ വീഡിയോസൊക്കെ ഇനിയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം കാണാൻ ശ്രമിക്കുക. ഈ വീടല്ലേ, എനിക്ക് തോറ്റ പൈസ കിട്ടില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഏകദേശം താഴ്ത്തി. ഗൈസ്, നമ്മൾ ഇതിൽ ജയിച്ചു. കുത്തി വീണു ഗൈസ്, എൻ്റെ പുറമൊക്കെ പോയി. കൺഗ്രാജുലേഷൻസ് മോനെ, നീയാണ് ഇതിൽ ജയിച്ചത്. അപ്പോൾ നിനക്ക് റിവാർഡ് 5 കോടി. 5 കോടിയോ? ഗൈസ്, എൻ്റെ സ്വപ്നം സഫലമായിരിക്കുന്നു. ഇനി അടിച്ച് പൊളിച്ച് പോയി ജീവിക്കും മോനെ. എന്നാ പൈസ. ഗൈസ്, നമുക്കൊരു ബാഗ് നിറയെ പൈസ കിട്ടി. കൊള്ളണില്ല സത്യം പറഞ്ഞാൽ. എന്നാ പോട്ടെ ചേട്ടാ, പൊക്കം മോനെ, സുഖമായി ജീവിക്ക്. എന്ത് നല്ല ചേട്ടൻ. ഇനി സ്റ്റണ്ട് റേസ് ഉണ്ടെങ്കിൽ വിളിക്കണേ ചേട്ടാ. 3 days later. അങ്ങനെ ഗൈസ്, നമ്മളുടെ സ്വപ്നം പോലെ നമ്മളൊരു പുതിയ വീടും കാറുകളും ബൈക്കുകളൊക്കെ എടുത്തു. നമ്മളടുത്ത് ഡിഫൻഡർ ഉണ്ട്. പിന്നെ നമ്മുടെ പുതിയൊരു വീടുണ്ട്. വീടിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ കാണിച്ചു തരാം. വീടിൻ്റെ തൊട്ടപ്പുറത്തേനുണ്ട് ആ സ്റ്റണ്ട് റേസിൻ്റെ സ്ഥലം. അപ്പോൾ നമുക്കിവിടെ ഗോൾഡൻ റോൾസ് റോയ്സ് ഉണ്ട്. പിന്നെ ഗോൾഡായിട്ടൊരു വണ്ടിയുണ്ട്. ഏതാ വണ്ടിയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ മേടിച്ചു, എനിക്കിഷ്ടമായി. പിന്നെ അതാ ഇവിടെ കുറേ ബൈക്കുകളുണ്ട്, ട്രോൺ ബൈക്ക്. പിന്നെ നമ്മുടെ സ്പ്ലെൻഡറിനെ നമ്മൾ കണ്ടിട്ടില്ല, കാരണം ഓർമ്മകൾ അതെനിക്കെന്നും വേണം ഗൈസ്. ഇവൻ കാരണമാണ് ജയിച്ചതും ഈ പൈസ കിട്ടിയതും ഇതൊക്കെ ഉണ്ടായത്. പക്ഷേ എൻ്റെ പേഴ്സണൽ വണ്ടി ഡിഫൻഡർ തന്നെയാണ് ഗൈസ്. ഡിഫൻഡർ വിട്ടുള്ള വേറൊരു കളിയുമില്ല. അപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിൽ പറഞ്ഞതാണ് നമ്മുടെ ഹാളുണ്ട്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. മേലെ നമ്മുടെ വർക്കൗട്ട് സ്ഥലമാണ്. അടിപൊളി പ്ലേസാണ് ഗൈസ്. പിന്നെ ട്രക്ക് മീലറും ഉണ്ട്. പിന്നെ ഡംബൽസ് ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, പിന്നെ ചെറിയൊരു ചടങ്ങ് ബാക്കിയുണ്ട്. അങ്ങനെ ചിലവർ നമ്മളെ കളിയാക്കിയിരുന്നു ഗൈസ്, വല്ലാണ്ട് ഇങ്ങോട്ട് ഉണ്ടാക്കിയിരുന്നു. ഓരോരുത്തരോട് പോയി 2 പുളിച്ച വർത്താനം പറയണ്ടേ ഗൈസ്. അവർ 2 ആളും ഇന്നിട്ട് ഇതായിരുന്നു. എടാ, നീ പുതിയ വണ്ടിയൊക്കെ മേടിച്ചാ? ആടാ, മേടിച്ചു. എടാ, നിൻ്റെ വണ്ടിയൊക്കെ അടിപൊളിയായി. നീ എന്നാൽ എന്നെ വണ്ടി കയറ്റടാ പ്ലീസ്. നീ ഇതിൽ കയറിയ നിൻ്റെ കാല് തല്ലി ഓടിക്കും പെണ്ണെ. പിന്നെ നിങ്ങൾക്ക് ഇട്ട് തരണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ പേട്ട വണ്ടി എന്നല്ലേ, ബാക്കിയുള്ള കുട്ടികൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് മാത്രം പ്രശ്നം.
നമുക്ക് ക്ലാസ് കയറി ചെല്ലാം ഗൈസ്, അതാണ് നല്ലത്. ഇനി നമ്മളോട് ചോദിക്കാനും പറയാൻ ആരുണ്ടാവില്ല ഗൈസ്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടാണ് അതൊക്കെ പറഞ്ഞ്. ക്ലാസ് കഴിഞ്ഞും ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ വീട്ടിലേക്കാണ്. അതിന് മുന്നേ എയർപോർട്ടൊന്ന് കാണാം ഗൈസ്. നമ്മളിന്ന് എയർപോർട്ടിലേക്ക് പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ദുബായിലേക്ക് ഒന്ന് പോവാണ് പാരൻസിനെ കൂട്ടാനും പിന്നെ നമുക്ക് ദുബായിൽ കുറച്ച് ദിവസം അടിച്ച് പൊളിക്കാനൊക്കെയാണ്. അപ്പോൾ ഗൈസ് വൈകുന്നേരമായിട്ടുണ്ട്. ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ടൊന്നുമില്ല, ബാഗൊക്കെ പാക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്ഥലം. ഇവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് ഇപ്പോൾ വരും, അവരൊന്നും നല്ല ഇതാണ്. ഇതാ ഗൈസ് നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. നമുക്കിനി നമ്മുടെ പ്ലെയിനിൽ പോവാം. ഇതെൻ്റെ പ്രൈവറ്റാണ്. പൈലറ്റ് ഇപ്പോൾ വരും ഗൈസ്. പൈലറ്റ് ആരുമില്ല, ഞാൻ തന്നെയാണ് ഗൈസ്, വരേണ്ട ആവശ്യമില്ല. അപ്പം ഇതെൻ്റെ പ്രൈവറ്റ് ജെറ്റാണ്. പിന്നെ എനിക്കിതിൻ്റെ പഠിക്കാനുണ്ടായിരുന്നു, ഞാനിത് പഠിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവരും കാണാം. ഗുഡ് ബൈ ഗൈസ്. പിന്നെ ഗൈസ് നമ്മൾ നാളത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ ആണ്. ഗുഡ് ബൈ.